സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ ഡിബഞ്ചേഴ്സിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ കൊളാറ്ററൽ സെക്യൂരിറ്റി വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഡിബഞ്ചേഴ്സ് നമ്മൾ ഡിഗ്രി സെക്കൻഡ് സെമ്മിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഡിബഞ്ചേഴ്സിന് കൂടുതൽ പ്രാവശ്യം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻസ്, അതായത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കുന്നത് ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ്. ഇഷ്യൂ ആൻഡ് ദ കണ്ടീഷൻസ് ഓഫ് റിഡംഷൻ. റിഡംഷൻ മീൻസ് എന്താണ്? ടേക്കിംഗ് ബാക്ക്, തിരിച്ചെടുക്കുക. അപ്പോൾ കൊടുത്ത ഡിബഞ്ചർ എന്താണ്? കമ്പനി തിരിച്ചെടുക്കണമെങ്കിൽ കമ്പനി എന്താണ്? ദ കമ്പനി ഹാസ് ടു റീപെയ്ഡ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അപ്പോൾ അത് കൊടുത്തിട്ടാണ് കമ്പനി തിരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണുന്നതാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് റിഡംഷൻ. നോട്ട്സ് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ 6 കേസസ് ആണ്. ഫസ്റ്റ് കേസ് ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റിഡീമബിൾ അറ്റ് പാർ. ഫസ്റ്റ് കേസ് ഇവിടെ പറയുന്നത് എ ഡിബഞ്ചർ ഈസ് ഇഷ്യൂഡ് അറ്റ് പാർ. ഇഷ്യൂ മീൻസ് എന്താണ്? കൊടുക്കണ നേരത്ത് എന്താണ്? പാർ വാല്യൂവിന് തന്നെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഡിബഞ്ചറിനൊരു പാർ വാല്യൂ എന്ന് പറഞ്ഞിട്ട് 10 രൂപ കാണാം. 10 രൂപ. അപ്പോൾ അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് പാർ. അപ്പോൾ ഡിബഞ്ചർ നമ്മൾ കൊടുക്കുമ്പോൾ ഡിബഞ്ചർ ഹോൾഡർ 10 രൂപ വെച്ചിട്ടാണ് ഡിബഞ്ചർ വാങ്ങുന്നത്. ഇഷ്യൂഡ് അറ്റ് പാർ. റിഡീമബിൾ അറ്റ് പാർ. റിഡീമബിൾ അറ്റ് പാർ മീൻസ് എന്താണ്? തിരിച്ച് നമ്മൾ എന്താണ്? അത് ആ കാശ് കൊടുത്ത് ഡിബഞ്ചർ നമ്മൾ തിരിച്ച് മേടിക്കുമ്പോൾ, കടപ്പത്രങ്ങളാണ്. അപ്പോൾ ഡിബഞ്ചേഴ്സ് പറഞ്ഞ് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. അത് നമ്മൾ തിരിച്ച് മേടിക്കുമ്പോൾ എന്താണ്? നമ്മൾ അപ്പോഴും ഈ 10 രൂപ വെച്ചിട്ട് തന്നെയാണ് തിരിച്ചു മേടിക്കുന്നത്. അപ്പോൾ അത് വളരെ ബേസിക്കായ കാര്യമാണ്. പക്ഷെ ആ ബേസ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തത് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. നമ്മുടെ ഡിബഞ്ചറിന് നമ്മൾ വെച്ച ബേസ് വാല്യൂ എത്രയായിരുന്നു? 10 രൂപയാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന നേരത്ത് പ്രീമിയം എന്ന് പറഞ്ഞ് നമ്മൾ 1 രൂപ കൂട്ടാം. എത്ര വേണമെങ്കിൽ കൂട്ടാം. അപ്പോൾ നമുക്ക് ഇൻ കേസ് നമുക്ക് 1 രൂപ കൂട്ടാം. ഇഷ്യൂഡ് അറ്റ് പ്രീമിയം 11 രൂപക്കാണ് നമ്മൾ ഡിബഞ്ചർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 11 രൂപയാണ്. എന്നിട്ട് എന്താണ്? ഡിബഞ്ചർ നമ്മൾ റിഡീം ചെയ്യുന്നത് പാറിനാണ്. കേസിന് ഡിബഞ്ചറിൻ്റെ വാല്യൂ നമ്മൾ കൂടുതൽ രൂപക്ക് കൊടുത്തിട്ട്, നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ കൂടുതൽ രൂപക്ക് കൊടുത്തിട്ട് റിഡീം ചെയ്യുമ്പോൾ അതേ രൂപക്ക് നമ്മൾ എന്താണ്? റിഡീം ചെയ്യുക. അപ്പോൾ 11 രൂപക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ട് 10 രൂപക്ക് നമ്മൾ എന്താണ്? റിഡീം ചെയ്യുക. അതാണ് സെക്കൻഡ് കേസ്. ഇനി മൂന്നാമത്തെ കേസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റിഡീമബിൾ അറ്റ് പാർ. ഇവിടെ കമ്പനിക്ക് ലാഭമാണെങ്കിൽ ഇവിടെ കമ്പനിക്ക് നഷ്ടമാണ് വരുന്നത്. 10 രൂപേൻ്റെ ഡിബഞ്ചർ ഇപ്പോൾ നമ്മൾ ഇൻ കേസ് 9 രൂപക്ക്, 1 രൂപ കുറച്ച് 9 രൂപക്ക് ഇഷ്യൂ ചെയ്യുക. റിഡീം ചെയ്യുന്നത് 10 രൂപക്ക് തന്നെ. അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ 10 രൂപ കൊടുക്കുക. നമ്മൾ എന്താണ്? അത് ഇഷ്യൂ ചെയ്യുമ്പോൾ, കാശ് മേടിക്കുമ്പോൾ അത് 9 രൂപക്ക് മേടിക്കുക. നാലാമത്തെ കേസ് ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റിഡീമബിൾ അറ്റ് പ്രീമിയം. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി 10 രൂപേൻ്റെ ഡിബഞ്ചർ 10 രൂപക്ക് തന്നെ ഇഷ്യൂ ചെയ്യുക. പക്ഷേ റിഡീം ചെയ്യുമ്പോൾ അത് പ്രീമിയത്തിന് റിഡീം ചെയ്യുക. 1 രൂപയോ 2 രൂപയോ കൂടുതലായിട്ട്. നമ്മൾ ഈ കേസിലൊക്കെ 1 രൂപയാണ് 1 രൂപേൻ്റെ ഡിഫറൻസാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ 10 രൂപക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡിബഞ്ചർ 11 രൂപക്ക് റിഡീം ചെയ്യുക. അപ്പോൾ ഇതേ കേസ് തന്നെ ഇവിടെ, ഇതേമാതിരി തന്നെ ഇവിടെയും കമ്പനിക്ക് നഷ്ടമാണ് വരുന്നത്. അടുത്തത് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റിഡീമബിൾ അറ്റ് പ്രീമിയം. അപ്പോൾ ഡിസ്കൗണ്ടിന് 10 രൂപേൻ്റെ ഡിബഞ്ചർ 9 രൂപക്ക് ഇഷ്യൂ ചെയ്തിട്ട് അത് 11 രൂപക്ക് റിഡീം ചെയ്യുക. അപ്പോൾ എന്താണ്? നമ്മുടെ ലോസ്, നഷ്ടത്തിൻ്റെ തുക വർദ്ധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റിഡീമബിൾ അറ്റ് പ്രീമിയം. അപ്പോൾ ഇവിടെ വരുന്ന നേരത്ത് നഷ്ടവും വരുന്നില്ല, ലാഭവും വരുന്നില്ല. ഇനി പ്രീമിയത്തിൻ്റെ എമൗണ്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ അത് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇഷ്യൂ പ്രീമിയത്തിലും റിഡംഷൻ പ്രീമിയത്തിലും. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റിഡീമബിൾ അറ്റ് പാർ. ഫസ്റ്റ് കേസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റിഡീമബിൾ അറ്റ് പാർ. എങ്ങനെയാണ് വരുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഇത് എഴുതിയാൽ മതി നമ്മളിപ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. കാരണം ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഈ എല്ലാ കേസസും തരും. എന്നിട്ട് നമ്മളോട് എന്താണ്? ഓരോ കേസിൻ്റെ ജേണൽ എൻട്രീസ് വെച്ച് എഴുതാനാണ് സാധാരണ പറയാറ്. അഥവാ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ. അധികം ചോദിക്കാറുണ്ട്. ഇൻ കേസ് ചോദിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ വെൻ ഡിബഞ്ചേഴ്സ്, രണ്ടാമത്തെ കേസ് വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റിഡീമബിൾ അറ്റ് പാർ.
അപ്പോൾ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത്, പാറിനാണ് റിഡീം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ സത്യത്തിൽ കമ്പനിക്ക് ഒരു പ്രീമിയം, ഒരു പ്രോഫിറ്റ് തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഈസ് എ ക്യാപിറ്റൽ പ്രോഫിറ്റ്, ഹെൻസ് ഇറ്റ് ഈസ് ഷോൺ ഇൻ ദി ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് അണ്ടർ സബ് ഹെഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ കാണിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അടുത്തത്, വെൻ ഡിബെഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റിഡീമബിൾ അറ്റ് പാർ. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ട് പാറിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു തുക, അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് പറയാൻ നേരത്തെ പറഞ്ഞ മാതിരി 10 രൂപേൻ്റെ സാധനം 9 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു. നമ്മുടെ ബാങ്കിലേക്ക് 9 വന്നിരിക്കുന്നത്, നമ്മൾ പിന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ 10 രൂപ തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ് വരുന്നത്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ to debentures account. Discount on issue of debentures is a capital loss. It is shown under non-current assets until it is written off. അപ്പോൾ നോൺ കറൻറ്റ് അസറ്റ്സിൻ്റെ ഹെഡിലാണ്, അസറ്റ് സൈഡിലാണ് ബാലൻസ് ഷീറ്റിൽ ഈ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് വരിക. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ഇതൊക്കെ ചിലപ്പം വൺ വേർഡിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അടുത്തത്, വെൻ ഡിബെഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റിഡീമബിൾ അറ്റ് പ്രീമിയം. ഡിബെഞ്ചേഴ്സ് പാർ, അതായത് ഫേസ് വാല്യൂ, പ്രോപ്പർ ഫേസ് വാല്യൂവിൽ ഇഷ്യൂ ചെയ്തിട്ട് പ്രീമിയത്തിൽ റിഡീം ചെയ്യുന്ന നേരത്ത് നമ്മൾ എന്താണ് എഴുതേണ്ടത്, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അക്കൗണ്ട് തയ്യാറാക്കണം. അപ്പോൾ എന്താണ് പ്രീമിയം റിഡംഷനിൽ വരുന്നത്, അതിനുവേണ്ടി ഇവിടെ നമ്മൾ ഡെബിറ്റിൽ എഴുതണമെന്ന്, ഒന്ന് നമ്മൾ ക്രെഡിറ്റിൽ എഴുതണം. ഇത് രണ്ടും ഡിബെഞ്ചറിൻ്റെ വാല്യൂ വെച്ചിട്ടായിരിക്കും വരിക. നമ്മൾ കണക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദി പ്രീമിയം ഓൺ റിഡംഷൻ ഓൺ ഡിബെഞ്ചേഴ്സ് ഈസ് റെക്കോർഡഡ് അറ്റ് ദി ടൈം ഓഫ് ഇഷ്യൂ ഇറ്റ് സെൽഫ്. പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ ഈസ് എ ലയബിലിറ്റി, hence it is credited. It is shown under the head non-current liabilities. അപ്പോൾ പ്രീമിയം, അപ്പോൾ ഈ വക കേസസ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടു, ഓരോ പോയിന്റുകളിൽ കാണുന്നുണ്ട്, ഇതൊക്കെ എവിടേക്കാണ് ബാലൻസ് ഷീറ്റിൽ പോകുകയെന്നുള്ളത്. ഇത് ശരിക്കും നമ്മുടെ 5th ചാപ്റ്ററിലേക്ക് വരേണ്ടതാണ്. കാര്യം അവിടെയാണ് നമ്മൾ കമ്പനി അക്കൗണ്ട്സിൻ്റെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനൊക്കെ സമാന്തരമായിട്ട് എന്താണ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വൺ വേർഡ് ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഐറ്റംസൊക്കെ ബാലൻസ് ഷീറ്റിൻ്റെ ഏത് സൈഡിലേക്ക് അല്ലെങ്കിൽ ഏത് ഹെഡിലേക്കോ സബ് ഹെഡിലേക്കോ ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഇനി 6ാമത്തെ നോക്കുക, വെൻ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റിഡീമബിൾ അറ്റ് പ്രീമിയം. ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, എന്താണ് റിഡീമബിൾ അറ്റ് പ്രീമിയമാണ്. ഇവിടെ നമ്മൾ ഇതേ ജേണൽ എൻട്രിയെ വരിക, പക്ഷെ എന്താണ് ഇതിൻ്റെ അളവ് കൂടുകയാണ്, ലോസിൻ്റെ അളവ് കൂടും. ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്തു, പ്രീമിയത്തിന് തിരിച്ചു കൊടുത്തു, അല്ലേ? നമ്മളുടെ ആളോട് കടം വാങ്ങുകയാണ്, 1000 രൂപ കടം വാങ്ങണ നേരത്ത് അയാൾ നമുക്ക് എന്ത് തന്നു, അയാൾ നമുക്ക് 900 രൂപ തന്നു. 900 രൂപ തന്നു. തിരിച്ചു കൊടുക്കാൻ നേരത്തെ അയാൾ ഉടമ്പടി വെച്ചു നമ്മൾ 1100 രൂപ തിരിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ നമ്മുടെ നഷ്ടം എന്ന് പറയുന്നത് അവിടെ 200 രൂപയോളാണ്. അപ്പോൾ ഇതാണെന്ത് ഈ എന്ന് പറഞ്ഞ കേസ്. ഇനി ഈ കേസ് പറഞ്ഞത് ഡിബെഞ്ചർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റിഡീമബിൾ അറ്റ് പ്രീമിയം. അപ്പോൾ ചിലപ്പോൾ ഇവിടെ ലോസ് വരാം, ചിലപ്പോൾ നമുക്കൊരു പ്രീമിയം വരാം. അപ്പോൾ ഈ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എന്ന് പറഞ്ഞത് എന്താണ്, പ്രീമിയം ഓൺ ഇഷ്യൂ ആണ്. ഇത് റിഡംഷനിൽ വരുന്ന പ്രീമിയമാണ്. റിഡംഷനിൽ വരുന്ന പ്രീമിയം രണ്ടായിട്ട് എഴുതുക. ചിലപ്പോൾ നമുക്ക് ലോസ് വരാനും ചാൻസ് ഉണ്ട്, കാര്യം ഇത് ഇതിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ, അല്ലേ? അപ്പോൾ എന്താ വെച്ചാൽ ഇതിനൊരു ദർ ഇസ് നോ പേഴ്സൺ വിൽ പേ 100. ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ കേസസ് ആൾക്കാർ പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യുമ്പോഴാണ് ഡിബെഞ്ചർ സ്വീകരിക്കുള്ളൂ. ഡിസ്കൗണ്ടിലാകുമ്പോൾ എന്താണ് ജനറലി അതിന് ഡിമാൻഡ് കുറയാണ് ചെയ്യുന്നത്. കാര്യം ഒരു നമ്മൾ തുക ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ ഭാവിയിൽ അത് ഡിസ്കൗണ്ടിനാണ് നമുക്ക് തിരിച്ച് കിട്ടുക എന്ന് പറഞ്ഞ് നേരത്തെ ആരും അതിന് മുതിരില്ല. നമുക്ക് എപ്പോഴും എന്താണ് ഒരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ പ്രീമിയമോ അതിന് വന്നാലേ നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ ഈ എക്സാമ്പിളാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. എക്സാമ്പിൾ 3, ജേർണലൈസ് ദ ഫോളോയിങ് ഇൻ ദ ബുക്സ് ഓഫ് എ ലിമിറ്റഡ് കമ്പനി. അപ്പോൾ ഇഷ്യൂഡ് എന്താണ്
2000 7%. ഇതൊക്കെ നമ്മൾ ആൻസർ ചെയ്യുന്ന നേരത്ത് ഇതൊക്കെ നമ്മൾ ചേർത്ത് എഴുതണം. 7% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച്. പാർ വാല്യൂ ആണ് 100. റീപേബിൾ അറ്റ് പാർ. അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോഴും ഇതേ പാർ വാല്യൂവിനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൻ്റെ ജേണൽ എൻട്രി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കേസിൻ്റെ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു 7% ഡിബഞ്ചേഴ്സ് എഴുതിയാൽ മതി. 2000 × 100 2 ലക്ഷമാണ് എഴുതുക. അപ്പോൾ ഇതാണ് ആകെ ആ കേസിൽ വരുന്ന ജേണൽ എൻട്രി. ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റിഡീമബിൾ അറ്റ് പാർ. ഇനി സെക്കൻഡ് കേസ് നോക്കാം. ഇഷ്യൂഡ് 2000 ഡിബഞ്ചേഴ്സ് 7% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് ₹95 റീപേയബിൾ അറ്റ് പാർ. ഇഷ്യൂഡ് 2000 7% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് ₹95. 100 രൂപേൻ്റെ ഡിബഞ്ചർ 95 രൂപക്കാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അത് തിരിച്ചു കൊടുക്കുമ്പോൾ പാർ വാല്യൂവിന് കൊടുക്കും. തിരിച്ചു കൊടുക്കുമ്പോൾ 100 രൂപക്ക് കൊടുക്കും. 5 രൂപ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തു. അറ്റ് പാർ 100 രൂപക്ക് തന്നെ നമ്മളത് തിരിച്ചു കൊടുക്കുന്നു. നമുക്ക് നഷ്ടമാണ്. എന്താണ് ജേണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് അറ്റ് ₹95 × 2000 1,90,000. അടുത്തത് വരുന്നത് എന്താണ്? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് 10,000 5 × 2000 10,000 ടു 7% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അത് 2 lakh. ഇതാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് നമുക്ക് നോക്കാം. ഇഷ്യൂഡ് 2000 7% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് ₹110. 2000 ഡിബഞ്ചർ, 7% ഡിബഞ്ചർ, 100 രൂപേൻ്റെ ഡിബഞ്ചർ 110 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നു. 10 രൂപ പ്രീമിയം. റീപേബിൾ അറ്റ് പാർ. റീപേ ചെയ്യുന്ന നേരത്ത് 100 രൂപയെ കൊടുക്കുള്ളൂ. 10 രൂപ നമ്മുടെ ലാഭം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ബാങ്ക് അക്കൗണ്ട് അറ്റ് ₹110 × 2000 ഒരു 2,20,000 ടു 7% ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് വരുന്നത് ശരിക്കും എന്താണ്? പാർ വാല്യൂ വരുന്നത് 2 ലക്ഷം വരുന്നുള്ളൂ. അഡീഷണലായി വരുന്ന 10 രൂപ എന്താണ്? 10 × 2000 20,000 എന്താണ്? നമ്മുടെ പ്രീമിയമാണ്. നമ്മുടെ ഹെഡ് ഏതാണ്? ഹെഡ് മറന്നു. ഏത് ഹെഡിലേക്കാണ് സെക്യൂരിറ്റീസ് പ്രീമിയം പോവുക? അണ്ടർ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിലേക്കാണ് ഇത് പോകുന്നത്. ഇനി നാലാമത്തെ കേസ് 2000 7% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് റീപേയബിൾ അറ്റ് 105. അറ്റ് പാറിന് ഇഷ്യൂ ചെയ്തത് പ്രീമിയത്തിന് നമ്മൾ റിഡീം ചെയ്യുന്നു. ജേണൽ എൻട്രി വരുന്നത് നമുക്ക് ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ എഴുതേണ്ടത് ബാങ്ക് അക്കൗണ്ട് അറ്റ് ₹2 lakh 2000 × 100 പാർ വാല്യൂ. എന്നിട്ട് എന്താണ് ഇവിടെ ലോസ് നമുക്ക് സംഭവിക്കുന്നുണ്ട്. എത്ര ലോസ്? ഈ പ്രീമിയം കൊടുക്കുന്നതാണ് നമ്മുടെ ലോസ് അല്ലേ? പ്രീമിയം ഓൺ റിഡംഷൻ. എത്ര പ്രീമിയം ഇവിടെ വരുന്നത്? 5 രൂപ പ്രീമിയം. 5 അല്ലേ? 100 രൂപേൻ്റെത് 105 രൂപക്ക് തിരിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ 5 രൂപ പ്രീമിയത്തിലാണ് തിരിച്ചു കൊടുക്കുക. 5 × 2000 10,000 രൂപ അതിൻ്റെ പ്രീമിയത്തിലാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. പ്രീമിയം ഓൺ റിഡംഷൻ ആണ്. ഇതെന്താ വരുന്നത്? 7% ഡിബഞ്ചേഴ്സ് അതിൻ്റെ പാർ വാല്യൂവിൽ നമ്മൾ എഴുതേണ്ടതാണ്. അതായത് 100 × 2000 2 ലക്ഷം. അപ്പോൾ ഈ പ്രീമിയത്തിൻ്റെ എമൗണ്ട് ആണ് നമ്മളിവിടെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 10,000 എഴുതുന്നത്. ലാസ്റ്റ് കേസ് ഇഷ്യൂഡ് 2000 7% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് at ₹95 repayable at ₹110. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ട് പ്രീമിയത്തിനാണ് നമ്മൾ കൊടുക്കുക. എത്ര ഡിഫറൻസ് വന്ന്? ഓൾമോസ്റ്റ് 15 രൂപേൻ്റെ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് നഷ്ടമാണ്. ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അല്ലേ? ആകെ എത്ര കിട്ടുന്നത്? 95 × 2000 1,90,000. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. എത്ര ലോസ് വരുന്നത്? 15 രൂപയാണ് ലോസ് വരുന്നത് അല്ലേ? ഡിസ്കൗണ്ടിന് കൊടുത്തിട്ട് പ്രീമിയത്തിൽ നമ്മൾ എന്താണ് റിഡീമും ചെയ്യണം. അപ്പോൾ 15 × 2000 30,000 രൂപ നമുക്ക് ലോസ്. 7% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 100 × 2000 2 ലക്ഷം. പ്രീമിയം എത്ര കൊടുക്കണം? നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ 100 രൂപേൻ്റെ നമ്മൾ പ്രീമിയം കൊടുക്കേണ്ടത് 110 രൂപ എക്സ്ട്രാ വരും.
15 രൂപയിൽ നമ്മൾ കണക്കാക്കേണ്ടത് നമ്മൾ 10 രൂപയാണ് കണക്കാക്കേണ്ടത്. 100 രൂപയാണ് അതിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ എന്ന് പറഞ്ഞത് 100 രൂപയാണ്. അപ്പോൾ 100ൻ്റെ കൂടെ എത്ര അഡീഷൻ ആയിട്ട് വരുന്നത്? 10 രൂപയാണ്. 110 അല്ലേ വരുന്നത് തിരിച്ചു കൊടുക്കുമ്പോൾ. 10 × 2000 20,000. അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മൾ മെയിനായിട്ട് ഡിബെഞ്ചറിൽ നമ്മൾ മെയിൻ നോക്കേണ്ട ടോപ്പിക്കുകളിലൊന്നാണ് എന്ത് ഈ ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്. അത് കാര്യമായിട്ട് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരാത്തത് കൊണ്ട് എന്താണ് ഈ ഡിബെഞ്ചറിലാണ് കൂടുതൽ റിഡംഷൻ വരുന്നത് കൊണ്ടും അതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ അധികവും യൂണിവേഴ്സിറ്റി ചോദിക്കാറുണ്ട്. ബൈ ചാൻസ് നമ്മളൊരു 80% ആ ചാൻസ് കാണണം. ചിലപ്പോൾ എന്താണ് ബൈ ചാൻസ് ആ 20% ചോദിച്ചില്ല എന്നും വരും. പക്ഷെ ഇത് പഠിക്കാതെ സ്കിപ്പ് ചെയ്യരുത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്. ഇറ്റ് ഈസ് ഓൾസോ ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ദ ടോപ്പിക് ഓഫ് റിഡംഷൻ. റിഡംഷൻ പോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺസിൻ്റെ പേരാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഡിബെഞ്ചർ കോൺസ്റ്റിറ്റ്യൂട്ട് ലോൺ ഓർ ബോറോഡ് ക്യാപിറ്റൽ. ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ ലോൺ അല്ലെങ്കിൽ ബോറോഡ് ക്യാപിറ്റൽ തന്നെയാണ്. അതൊക്കെ നമുക്ക് വൺ വേർഡിൽ ചോദിക്കും. വാട്ട് ഈസ് ഡിബെഞ്ചർ? ഡിബെഞ്ചർ മീൻസ് ലോൺ. ലോൺ എടുക്കുന്ന മാതിരി തന്നെയാണ് ഡിബെഞ്ചർ. ലോൺ നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ടോ അതുമാതിരി നമ്മൾ ഡിബെഞ്ചേഴ്സിനും ഇൻട്രസ്റ്റ് അടയ്ക്കണം. Therefore, a company is required to pay a fixed rate of interest on debentures which is also known as coupon rate. ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് ചോദിക്കും വാട്ട് ഈസ് കൂപ്പൺ റേറ്റ്. കൂപ്പൺ റേറ്റ് ഈസ് ദ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് പേയബിൾ ബൈ ദ കമ്പനി ടു ദി ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എന്നായിരിക്കണം ഉത്തരം. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് മേ ബി പെയ്ഡ് ആനുവലി ഓർ ഹാഫ് ഇയർലി എന്നാണ് അതിൻ്റെ എന്ത് കണ്ടിന്യൂഷൻ. ഹാഫ് ഇയർലി. ജനറലി ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഈസ് പെയ്ഡ് ഹാഫ് ഇയർലി എയ്തർ ഓൺ 31st March or 30th September or on 30th June or 31st December. ഇപ്പോൾ നമ്മൾ നോർമൽ അക്കൗണ്ടിങ് പീരീഡ് ഏപ്രിൽ ടു മാർച്ച് ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ഇയർലി എന്ന് പറഞ്ഞത് 30th September വരുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കലണ്ടർ ഇയറിനെ അക്കൗണ്ടിങ് ഇയർ ആയിട്ട് പരിഗണിക്കുകയാണെങ്കിൽ എന്താണ് 30th June വരും എന്ത് ഹാഫ് ഇയർലി. ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ഡിബെഞ്ചർ ഈസ് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് എ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ഫ്രം പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. കാര്യം അത് എന്താണ് ഒരു എക്സ്പെൻസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ദിസ് മീൻസ് ദാറ്റ് ദി കമ്പനി മസ്റ്റ് പേ എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെൻ ദർ ഈസ് പ്രോഫിറ്റ് ഓർ നോട്ട്. അല്ലെങ്കിൽ ലോൺ എടുത്ത് കഴിഞ്ഞ് കടം വാങ്ങിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് അടച്ചിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുമിഞ്ഞുകൂടും. സോ ദ കമ്പനി ഹാസ് ടു പേ ദ ഫിക്സഡ് ഇൻട്രസ്റ്റ്. The company is also required to deduct income tax at source at the prescribed rate before paying interest to debenture holders. ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കമ്പനി ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് മുൻപായിട്ട് TDS എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ രക്ഷിതാക്കൾ സാലറി വാങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പറയും ഇത്ര ഈ ഒരു മാസം സാലറി കിട്ടുമ്പോൾ TDS പിടിച്ചു എന്ന്. TDS എന്താണ്? നമ്മൾ ആദ്യമേ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സാലറി കൊടുക്കാൻ. അപ്പോൾ എന്താ വെച്ചാൽ അവസാനമാണ് നമ്മൾ ആനുവലിയാണ് ഈ ടാക്സ് ഇൻകം ടാക്സ് പിരിക്കുക. പക്ഷെ അതങ്ങനെയല്ല നടക്കുന്നത്. ഈ സാലറി ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ ഇങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടുന്ന ആൾക്കാർക്കൊക്കെ എല്ലാ പ്രതിമാസവും അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നത് അപ്പോൾ തന്നെ ആ ടാക്സിൻ്റെ എമൗണ്ട് പിടിച്ചിട്ടാണ് എന്ത് കൊടുക്കുന്നത് ഈ ഇൻകം അവർക്ക് കൊടുക്കുന്നത്. ഇൻട്രസ്റ്റ് ഇപ്പോൾ ഈ ഡിബെഞ്ചർ ഹോൾഡർക്ക് എന്താണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഇൻകമാണ്. അപ്പോൾ ആ ഇൻകത്തിൽ നിന്ന് ആദ്യമേ അയാളുടെ ഇൻകം ടാക്സ് പിടിച്ചിട്ട് TDS എന്ന് പറഞ്ഞ് അതൊരു 10% എത്രയാണ് അത് നമ്മൾ പിടിച്ചതിന് ശേഷമാണ് അയാൾക്ക് കൊടുക്കുന്നത്. അത് കമ്പനി പിടിച്ചിട്ട് വേണം കൊടുക്കാനെന്നാണ് പറയുന്നത്. ദി എമൗണ്ട് ഓഫ് ടാക്സ് സോ ഡിഡക്റ്റഡ് ഹാസ് ടു ബി ഡെപ്പോസിറ്റഡ് വിത്ത് ദി ഗവൺമെൻറ്. അല്ലെ, ഇൻകം ടാക്സ് നമ്മൾ കൊടുക്കുന്നത് ഗവൺമെൻറ്റിലേക്കാണ്. ദ പ്രസൻറ്റ് ഇൻകം ടാക്സ് റേറ്റ് ഈസ് 10%. നേരത്തെ പറഞ്ഞതാണ് ഫോർ ലിസ്റ്റഡ് ഡിബെഞ്ചേഴ്സ് ആൻഡ് 20% ഫോർ അൺലിസ്റ്റഡ്. അപ്പോൾ ലിസ്റ്റ് ചെയ്യാത്ത ഡിബെഞ്ചേഴ്സ് ആണെങ്കിൽ 20% കൊടുക്കണം. ദി ഗ്രോസ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ടാക്സും ചേർത്തിട്ടുള്ള ഗ്രോസ് എമൗണ്ട്. ഇപ്പോൾ 10,000 ഒരാൾ 1,00,000 രൂപ ഡിബെഞ്ചറായിട്ട് കമ്പനിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അയാൾക്ക് 6 മാസം കൂടുമ്പോൾ 10,000 രൂപ കൊടുക്കുന്നുണ്ട് എന്ന് കരുതാം. ഈ 10,000-ൽ നിന്ന് 1,000 രൂപ നമ്മൾ ടാക്സ് കിഴിച്ചിട്ടാണ് അയാൾക്ക് കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എഴുതുമ്പം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട്
ടാക്സ് കിഴിച്ച എമൗണ്ട് ഒന്നും നമ്മൾ കണക്കാക്കേണ്ട, നമ്മൾ 10,000 രൂപ എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതിയാൽ മതി. അങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് കൊടുക്കുന്നത്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഫ്രം ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് പേയബിൾ ടു ദി ഗവൺമെൻറ് ഈസ് ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ് അണ്ടർ ലയബിലിറ്റീസ് അണ്ടർ ദി ഹെഡ് കറൻറ്റ് ലയബിലിറ്റീസ്. അപ്പോൾ ഈ ടാക്സ് കൊടുക്കാനുള്ള തുക നമ്മൾ ബാലൻസ് ഷീറ്റിലെ കറൻറ്റ് ലയബിലിറ്റീസിലാണ് നമ്മൾ എഴുതേണ്ടത്. ഈ പോയിൻറ്റ്സ് ഒക്കെ ശ്രദ്ധിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഈസ് ഓൾവേസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ഫേസ് വാല്യൂ ആൻഡ് നോട്ട് ഓൺ ഇഷ്യൂ പ്രൈസ്. ഫേസ് വാല്യൂ അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇഷ്യൂ പ്രൈസ് അനുസരിച്ചിട്ടല്ല ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പാറിന് ഇഷ്യൂ ചെയ്യും, പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യും, ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യും. പാർ വാല്യൂ മാത്രം 100 രൂപയിൽ നമ്മൾ നേരത്തെ കണ്ടു, 95-ന് ഇഷ്യൂ ചെയ്യാം, 110-ന് ഇഷ്യൂ ചെയ്യാം. എന്നിരുന്നാലും ഡിബഞ്ചർ കണക്കാക്കുമ്പോൾ 100 രൂപയ്ക്കേ കണക്കാക്കാൻ പാടുള്ളൂ. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് ഡിസ്കൗണ്ട് ഓർ അറ്റ് പ്രീമിയം വിൽ നോട്ട് മേക്ക് എനി ഡിഫറൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിൽ യാതൊരു മാറ്റവും വരുന്നില്ല. ഇനിയാണ് ഇൻട്രസ്റ്റിൻ്റെ ജേണൽ എൻട്രീസ് വരുന്നത്. ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ, ഇൻട്രസ്റ്റ് കൊടുക്കാനാകുമ്പോൾ നമ്മൾ എഴുതണം ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട്. രണ്ടാമത്തത് വെൻ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ്, ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ, ഇൻട്രസ്റ്റ് തിരിച്ചു കൊടുക്കുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. മൂന്നാമത്തേത് ഫോർ ക്ലോഷർ ഓഫ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് വരുന്നത് നമ്മൾ ഡിബഞ്ചർ ഇൻട്രസ്റ്റിനെ എങ്ങോട്ടേക്ക് മാറ്റണം, പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് മാറ്റണം. പിന്നെ എന്താണ്, നമ്മൾ ഇൻകം ടാക്സ് പേ ചെയ്യുമ്പോൾ എന്താണ്, ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. നോ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഓൺ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ആസ് കൊളാട്രൽ സെക്യൂരിറ്റി. കൊളാട്രൽ സെക്യൂരിറ്റി, മറ്റൊരു അസറ്റൊക്കെ വാങ്ങി നമ്മളൊരു ഡിബഞ്ചർ ഒരു ഉറപ്പോ നമ്മൾ ഈട് വെക്കുക എന്നൊക്കെ പറയും. ആ കേസിൽ കൊളാട്രൽ സെക്യൂരിറ്റിക്കാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തതെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. ഇതും ചെറിയ ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ട്രൂ ഓർ ഫോൾസ് ആയിട്ടൊക്കെ ചോദിക്കാം. ഇൻ വിച്ച് കേസ് ഇൻട്രസ്റ്റ് ഈസ് നോട്ട് പേയബിൾ ഫോർ ഡിബഞ്ചേഴ്സ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, ചെറിയൊരു മാർക്കിന് 1 ലൈൻ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് ഈസ് നോട്ട് പേയബിൾ ഓൺ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ആസ് കൊളാട്രൽ സെക്യൂരിറ്റീസ്. ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ്. നിങ്ങൾക്ക് പറയണത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ക്വസ്റ്റ്യനാണ് അടുത്തത്. എ ലിമിറ്റഡ് ഇഷ്യൂഡ് 2000 10% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് ഓൺ January 1, 2010. ഇവിടെ കലണ്ടർ ഇയർ ആയിരിക്കും അധികം എടുക്കുക. അതെ, കലണ്ടർ ഇയർ ആണ് എടുക്കുന്നത്. January 1 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. അറ്റ് ഡിസ്കൗണ്ട് ഓഫ് 10% ആൻഡ് റിഡീമബിൾ അറ്റ് പ്രീമിയം. അപ്പോൾ 100 രൂപേൻ്റെ 10% ഡിസ്കൗണ്ടിനാണ് കൊടുക്കുന്നത്. 90 രൂപയെ കമ്പനിക്ക് കിട്ടുള്ളൂ. കമ്പനി തിരിച്ചു കൊടുക്കുമ്പോൾ പ്രീമിയത്തിന് കൊടുക്കണം 10%, 110 രൂപക്ക് തിരിച്ചു കൊടുക്കണം. കമ്പനീൻ്റെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എത്ര? അവിടെ 20 രൂപയാണ്. ഗിവ് ജേണൽ എൻട്രീസ് റിലേറ്റിംഗ് ടു ദ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആൻഡ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഫോർ ദി പീരീഡ് എൻഡിങ് 31 December. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെയൊക്കെ കാര്യങ്ങൾ 30 ഒരു വർഷം കഴിഞ്ഞു. അസ്യൂമിങ് ദാറ്റ് ഇൻട്രസ്റ്റ് വാസ് പെയ്ഡ് ഹാഫ് ഇയർലി. ഇൻട്രസ്റ്റ് പകുതി, അതായത് ഒരു വർഷം പകുതിക്ക് വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ June 30 ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്, ഇവിടെ കൊടുത്തിട്ടുണ്ടത്. ആൻഡ് December 31 അല്ലേ, 2 പ്രാവശ്യമായിട്ട് കൊടുക്കണം. ടാക്സ് എത്ര വരുന്നത്? ടാക്സ് ഡിഡക്റ്റഡ്, അതായത് ഡിബഞ്ചർ ഹോൾഡർ അടയ്ക്കേണ്ട ടാക്സ് ആണ്. അത് കമ്പനി പിടിച്ചിട്ട് വേണം, ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ് കൊടുക്കാൻ 10%. എ ലിമിറ്റഡ് ഫോളോസ് കാലണ്ടർ ഇയേഴ്സ് ആസ് ഇറ്റ്സ് അക്കൗണ്ടിങ് ഇയർ. അപ്പോൾ ഇതിൻ്റെ ആൻസറിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജേണൽ എൻട്രീസ് നോക്കാം. നിങ്ങളെ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. അതായത് January 1, 2019 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. 10% ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, അത് എഴുതണം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ₹1,80,000 to 10% ഡിബഞ്ചർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ എത്ര രൂപക്കാണ് ഡിബഞ്ചർ ഇറക്കുന്നത്? 90 രൂപക്കാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. കാര്യം എന്താണ്? 100 രൂപയാണ് ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ. 10% ഡിസ്കൗണ്ടിലാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 90 രൂപയാണ് ഡിബഞ്ചറിന് വരുന്നത്. എത്ര ഡിബഞ്ചറാണ്? 2000 ഡിബഞ്ചറാണ് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1,80,000 വരും. 2000 × 90. നെക്സ്റ്റ്, ഇനി നമ്മളിതിൻ്റെ തൊട്ടടുത്തത് ജേണൽ എൻട്രി.
ഡിബഞ്ചർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് at rupees 1,80,000, ലോസ് ഓൺ ഇഷ്യൂ 40,000 to 10% debentures account 2 lakh to premium on redemption on debentures 20,000. ഡിബഞ്ചറിൻ്റെ വില ശരിക്കും 100 ഇൻറ്റു 2000 2 ലക്ഷം. ഇതെന്താ വരുന്നത്? ഡിബഞ്ചർ എത്ര രൂപക്ക് ഇഷ്യൂ ചെയ്യുന്നത്? ഡിസ്കൗണ്ടിന് 90 രൂപക്ക്. 90 ഇൻറ്റു 2000 1,80,000. ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. പ്രീമിയത്തിന് നമ്മൾ എത്ര കൊടുക്കുന്നത്? 10 രൂപയാണ് പ്രീമിയം. 110 രൂപക്കാണ് ഡിബഞ്ചർ തിരിച്ച് റിഡീം ചെയ്യുന്നത്. 100 രൂപേൻ്റെ ഡിബഞ്ചർ 110 രൂപക്ക്. 10 രൂപ പ്രീമിയം ഓൺ റിഡംഷൻ. 10 ഇൻറ്റു 2000 20,000. നമുക്ക് മൊത്തത്തിൽ എത്ര ലോസ് വന്നു? 90 രൂപക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡിബഞ്ചർ 110 രൂപക്ക് നമ്മൾ തിരിച്ചു കൊടുത്തു. 20 രൂപ നഷ്ടം. 20 ഇൻറ്റു 2000 40,000. ഇനി ജൂൺ 30 6 മാസം കഴിഞ്ഞു. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കണം? ഇതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത്? ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത്? ക്വസ്റ്റ്യനിൽ എവിടെയാണ് ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റിനെ പറ്റി പറയുന്നത്? ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റിനെ പറ്റി പറയുന്നുണ്ടോ എന്ന് നോക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് ഇതാണ് ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. അത് വളരെ ശ്രദ്ധിക്കുക. നമുക്കിവിടെ കാണാം, ഇതാണ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് എത്രയാണ്? ഡിബഞ്ചറിന് ശരിക്കുള്ള വില എത്രയാണ്? 2 ലക്ഷം. 2 ലക്ഷത്തിൻ്റെ 10% എത്ര? ഫേസ് വാല്യൂയിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാണേണ്ടത്. നമ്മൾ നേരത്തെ നോട്ടിൽ കണ്ടതാണ്. ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് എത്ര വരും? 2 ലക്ഷം ഇൻറ്റു 10/100 20,000 ആണ് ശരിക്കും എന്ത് ഇൻട്രസ്റ്റ്. എത്ര മാസത്തേക്കാണത്? 6 മാസത്തേക്ക്. 6 മാസത്തേക്ക്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? 6/12, അതായത് ഹാഫ് 1/2. അപ്പോൾ എന്താണ്? 20,000ത്തിന് 1/2 എത്രയാണ്? 10,000. ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കേണ്ടത് 9,000. 10% എന്താണ്? ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതാണ്. അത് 1000 രൂപ പിടിച്ചിട്ട് വേണം 9,000 രൂപ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നറേഷനൊക്കെ എഴുതുക. ഇനി ഡിബഞ്ചർ ഹോൾഡർക്ക് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആ കാശ് 9,000 രൂപ കൊടുക്കും. കാരണം ഡിബഞ്ചർ ഹോൾഡർ കൊടുക്കുന്നതിന് പകരം നമ്മൾ തന്നെ നേരിട്ടിട്ട് എന്ത് കൊടുക്കുക? ഇൻകം ടാക്സ് അടയ്ക്കുക എന്നുള്ളതാണ്. അടുത്തത് അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത 6 മാസം എന്താണ്? ഡിസംബർ 12 2019. അപ്പോഴും ഇതേ ജേണൽ എൻട്രീസ്, ഇതേ എന്താണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുക. ഇൻകം ടാക്സ് അപ്പോഴാണ് നമ്മൾ രണ്ടും കൂടി ചേർത്തിട്ട് അടയ്ക്കുന്നത്. അതായത് ഈ 6 മാസത്തെ പിടിച്ച ഇൻകം ടാക്സും ഇതും കൂടി ചേർത്തിട്ട് ഈ ഇൻകം ടാക്സും കൂടി ചേർത്ത് നമ്മൾ അടയ്ക്കുകയാണ്. ഇൻകം ടാക്സ് പേബിൾ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ 6 മാസം ചേർന്നുമ്പോൾ എന്തായി? ഒരു 2,000 രൂപ വരും. പിന്നെ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് എന്താണ്? ഈ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് അത് മൊത്തമായിട്ട് 20,000 രൂപ നമ്മൾ മാറ്റണം. അതിൽ ഇൻകം ടാക്സ് ഒക്കെ നമുക്ക് ഗ്രോസ് വാല്യൂ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഇതാണ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ 20,000 ആണ്. അത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്രൂഡ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എപ്പോഴാണ് ആവുക എന്നുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഈസ് പേബിൾ ഓൺ സ്പെസിഫിക് ഡേറ്റ്സ്. അപ്പോൾ ജൂൺ 30 കൊടുക്കണം ഇൻട്രസ്റ്റ്, ജൂൺ 30 കൊടുക്കണം. അല്ലെങ്കിൽ എന്താവും? ഈച്ച് ഇയർ ഇഫ് ഇൻട്രസ്റ്റ് ഓൺ ദീസ് ഡേറ്റ്സ് ഈസ് നോട്ട് പെയ്ഡ് ദെൻ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻട്രസ്റ്റ് അക്രൂഡ് ഓർ ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് നമ്മൾ എന്താണ് സിംഗിൾ എൻട്രിയിലെ കണ്ടാണ് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്നൊക്കെ പറയും. കറക്റ്റ് ഡേറ്റിന് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. അങ്ങനെയായിട്ട് നമ്മളതിന് പരിഗണിക്കണം. അത് എവിടെയാണ് കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിൽ നോൺ കറൻറ്റ് ലയബിലിറ്റി, ലോങ് ടേം ബോറോയിങ്ങിൻ്റെ അണ്ടറിൽ നോൺ കറൻറ്റ് ലയബിലിറ്റീസിൽ നമ്മൾ കാണിക്കണം. അടുത്തതാണ് ഫ്രാക്ഷൻ ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഫ്രാക്ഷനായിട്ട് ഷെയറും ഡിബഞ്ചറും ഒന്നും നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഒറ്റ ഒരു വാല്യൂ 1, 2, 3, 4, 5 അല്ലാണ്ട് 1.5 ഡിബഞ്ചർ വാങ്ങുക, 1.25 ഡിബഞ്ചർ വാങ്ങുക എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അത് ഷെയറിനും ഇല്ല. അപ്പോൾ ചില കേസിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ കൊളാട്രൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ നമ്മളൊരു അസറ്റൊക്കെ വാങ്ങി ഡിബഞ്ചർ നമ്മൾ കൊടുക്കണ നേരത്തെ നമുക്ക് അങ്ങനെ വരാം. നമുക്ക് ആ കേസിൽ നമ്മൾക്കിപ്പോൾ 100 ഡിബഞ്ചർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇപ്പോൾ 101.5 ഡിബഞ്ചറിൻ്റെ വാല്യൂ ആണ് നമുക്ക് കൊടുക്കാണ്ട് വെക്കുക. ആ അര നമ്മൾ എന്ത് കൊടുക്കണം? അല്ല അര നമ്മൾ കാശായിട്ട് കൊടുത്തിട്ട് 101 ഡിബഞ്ചറിൻ്റെ എന്താണ് നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ ഒരു കേസാണ് പറയുന്നത് ഇവിടെ. ഇൻ കേസ് ഇപ്പോൾ നമ്മളെന്താണ് ഒരു 2050ൻ്റെ അസറ്റ് വാങ്ങി, 2050ൻ്റെ അസറ്റ് വാങ്ങി, നമ്മുടെ കയ്യിൽ 100 രൂപേൻ്റെ ഡിബഞ്ചേഴ്സ് ഉണ്ട്.
അപ്പോൾ 2050 അസറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന് പകരമായി നമ്മൾ ഡിബഞ്ചർ കൊടുക്കാൻ ഏറ്റ് കഴിഞ്ഞാൽ നമ്മൾ എത്ര കൊടുക്കേണ്ടി വരും? നമ്മൾ 20 ഡിബഞ്ചർ എന്ന് പറഞ്ഞൊരു കേസിലേക്ക് എത്തും അല്ലേ. ആ വാല്യൂ 2050, 2100 ആണെങ്കിൽ 100 രൂപ ഡിബഞ്ചർ ആണെങ്കിൽ എന്താണ് 21 ഡിബഞ്ചർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംഗതി കിട്ടിയായിരുന്നു. കാര്യം 100 രൂപയുടെ ഡിബഞ്ചറാണ്, 21 × 100 2100. ഇത് 2050 അസറ്റ് വാങ്ങിയിട്ട് നമുക്ക് ഡിബഞ്ചർ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് 20 എന്ന് പറഞ്ഞൊരു കേസിലേക്ക് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ ആ 20 ഡിബഞ്ചേഴ്സ് നമ്മൾ എന്താണ് ഡിബഞ്ചറായി കൊടുക്കുക. അതായത് 2000 രൂപേനെ ഡിബഞ്ചർ കൊടുത്തിട്ട് ബാക്കി വരുന്ന എന്താണ് ഈ ചില്ലറ കാശ് നമ്മൾ കാശായിട്ട് തന്നെ കൊടുക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. Under certain circumstances, the problem of fraction debentures arises. This problem arises particularly when debentures are issued for consideration other than cash. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളൊരു അസറ്റ് വാങ്ങുമ്പോഴൊക്കെയാണ് ഇത് വരുന്നത്. The question of fraction debentures mainly arises under the following two circumstances: issue of debentures to vendor of assets purchase, issue of debenture to seller of purchase of running. അത് നമ്മൾ മെയിൻലി എന്താണ് ഒരു അസറ്റ് വാങ്ങണ നേരത്താണ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് നോക്കിയൊക്കെ വാട്ട് ഇസ് ഫ്രാക്ഷൻ ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഫ്രാക്ഷൻ ആയിട്ട് ഡിബഞ്ചർ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് പറയുന്നത്. എക്സ് ലിമിറ്റഡ് പർച്ചേസ്ഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്. ഒരു ബിസിനസ് മൊത്തമായിട്ട് വാങ്ങി എക്സ് ലിമിറ്റഡ് പറഞ്ഞ കമ്പനി. അപ്പോൾ എന്താണ് പേയബിൾ റുപ്പീസ് എന്താണ് 1,02,000 ഇൻ ക്യാഷ് ആണ്. ബാലൻസ് എന്താണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 100 രൂപയുടെ ഡിബഞ്ചറാണ്. ഏറ്റവും ഡിസ്കൗണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 90 രൂപയാണ് എന്ത് ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വില എത്രയാണ്? 11 ലക്ഷം. 11 ലക്ഷത്തിൻ്റെത് നമ്മൾ 1,02,000 ക്യാഷായി കൊടുത്ത് ബാലൻസ് നമ്മൾ ഡിബഞ്ചറായി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഒന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. നമ്മൾ എത്ര രൂപയ്ക്ക് ഡിബഞ്ചർ കൊടുക്കണം? എമൗണ്ട് ഫോർ കൺസിഡറേഷൻ പേയബിൾ ഇൻ ഡിബഞ്ചർ എത്രയാണ്? 11 ലക്ഷത്തിന് നമ്മൾ ആദ്യം 1,02,000 ക്യാഷായിട്ട് കൊടുത്തു. അപ്പോൾ 9,98,000 രൂപേൻ്റെ ഡിബഞ്ചറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എത്ര ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യണം? 9,98,000. നമ്മളിത് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 10%. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എന്താണ് അറ്റ് ഡിസ്കൗണ്ട് ഓഫ് 10%. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 9,98,000 ഡിവൈഡഡ് ബൈ എന്താണ് 100 രൂപേൻ്റെത് നമ്മൾ -10 രൂപ വെച്ചിട്ട് അപ്പോൾ 90 രൂപക്കാണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്. 9,98,000 ഡിവൈഡ് ബൈ 90 വരുന്ന നേരത്ത് 11,088.88 വരും. ഈ 0.88 ഡിബഞ്ചർ കൊടുക്കാൻ നമുക്ക് നിർവാഹമില്ല. ഡിബഞ്ചർ 1, 2, 3, 4 അങ്ങനത്തെ ഇതിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. 1/2, 3/4 എന്നൊന്നും പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഇത് ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചർ എത്രയാണ്? അപ്പോൾ ഈ എമൗണ്ട് എടുത്തിട്ട് നമ്മൾ എന്താണ് ഇത്രയും ഡിബഞ്ചർ കൊടുക്കുക. ഇതിൽ എന്താണ് നമ്മൾ ഡിസ്കൗണ്ട് കുറച്ചാൽ ഡിബഞ്ചറിൻ്റെ ഇഷ്യൂ പ്രൈസ് കിട്ടി. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക നമുക്ക് എന്താണ് ഇത്ര ഡിബഞ്ചറാണ് കൊടുക്കാൻ. അപ്പോൾ ഈ 8 നമ്മൾ അവഗണിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ ഫേസ് വാല്യൂ 100 രൂപയാണ്. നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് എന്താണ് ഇതിൻ്റെ 10% വരിക. അപ്പോൾ ഇഷ്യൂ പ്രൈസ് ഇത്ര വരും ഡിബഞ്ചറിൻ്റെ. ഇനി എന്താണ് നമ്മൾ ആദ്യം ഇത്ര ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത്രക്കുള്ള ഇതാണ് നമ്മൾ വാങ്ങിയത്, ഇതിന് ഇത്ര കാശ് കൊടുത്തു, ഇത്രയായിരുന്നു ഡിബഞ്ചറായിട്ട് ഇഷ്യൂ ചെയ്യേണ്ടത്. നമുക്ക് ഇത്ര രൂപയ്ക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം ഫ്രാക്ഷനായിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ എമൗണ്ടിൽ നിന്ന് ഇത് കുറച്ചാൽ ഇതെന്താണ് വീണ്ടും നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ജേണൽ എൻട്രീസ് വരുന്നത്. അപ്പോൾ എന്താണ് ബിസിനസ് പർച്ചേസ്, അതായത് ബിസിനസ് വാങ്ങുമ്പോൾ എന്താണ് ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് അറ്റ് വെൻഡർ അക്കൗണ്ട്. പിന്നെ വെൻഡർക്ക് ബാങ്കിലേക്ക് ഇത്ര കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഇത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതാണ്. വെൻഡർക്ക് ഇത്ര കൊടുക്കാണ്ട് ബാക്കി, കാരണം ഇതിൽ നിന്ന് ഇത് കഴിച്ചാൽ ഇത്ര കൊടുക്കാണ്ട്. ഡിസ്കൗണ്ട് എത്ര വരിക നമ്മൾ ഇവിടെ ഡിസ്കൗണ്ട് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. കാര്യം ഇത് കിട്ടി, ഇതിന് നമ്മൾ ഫ്രാക്ഷൻ പോക്കി ഇത് 100നെ കൊണ്ട് ഇൻറ്റു ചെയ്ത് അതിൻ്റെ 10% ഡിസ്കൗണ്ട് കിട്ടി. പിന്നെ എന്താണ് 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. പിന്നെ എന്താണ് ഈ ബാങ്ക് ഫ്രാക്ഷൻ ഡിബഞ്ചർ ആയതുകൊണ്ട് എന്താണ് ഇത് ഫ്രാക്ഷനായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ 80 റുപ്പീസ് നമ്മൾ വീണ്ടും ബാങ്കിലേക്ക് കൊടുത്തു. അപ്പോൾ ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഡിബഞ്ചറിൻ്റെ ചാപ്റ്റർ തീരെയാണ് ഇവിടെ. കണ്ടൻറ്റ് വൈസ് നമ്മുടെ ഷെയറിൻ്റെ അത്ര ഡിബഞ്ചർ വരുന്നില്ല, ഷെയറിനെക്കാട്ടി കുറച്ച് കുറവാണ്. ഇനിയിപ്പോൾ ഷെയറിൻ്റെ ഇഷ്യൂ നമ്മൾ എന്താണ് പ്രോറാറ്റൊക്കെ ഉണ്ടായിരുന്നു, ഡിബഞ്ചറിൽ അതൊന്നും വരുന്നില്ല. ഇനി അഥവാ വരികയാണെങ്കിൽ തന്നെ നമ്മൾ എന്താണ് പേര് മാറ്റിയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഡിബഞ്ചർ കുറച്ചും കൂടി കണ്ടൻറ്റ് വൈസ് കുറവായതുകൊണ്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അധികം പാർട്ടിസിപ്പേഷൻ, അതായത് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് എന്തായാലും ഡിബഞ്ചേഴ്സിന് വരും. അപ്പോൾ മെയിൻലി റിഡംഷനും ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചറൊക്കെയാണ് മെയിൻലി നോക്കേണ്ടത്. പിന്നെ പർച്ചേസ് കൺസിഡറേഷനും, അത് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് നമ്മൾ നന്നായിട്ടൊന്ന് ഡിബഞ്ചറിൽ നോക്കുക. അത് ഷെയറിലും ചോദിക്കാൻ ചാൻസ് இருந்தாലും ഡിബഞ്ചറിലായിരിക്കും കൂടുതൽ അതിന് ചാൻസ് വരുന്നത്.
അപ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക.